കാരുണ്യ. ബില്ലിനകത്ത് കാരുണ്യം കണ്ടാൽ മതിയായത്. ഈ വായിക്കാൻ അറിയാത്ത മൊണ്ണ എടുത്താണോ ബ്രോഷർ കൊടുക്കുന്നത്? വായിക്കാൻ കണ്ണ് കാണാത്തണ്ടാ പൊട്ട ഞാൻ ഇങ്ങോട്ട് വന്നേ. സാറേ പേരെന്ന് പറയാമോ? മേലേടത്ത് പ്രഭാകരൻ. അതെ, ബില്ലിൽ എങ്ങനെയായിരുന്നു പേരെഴുതണ്ട? മേലേടത്ത് തുളസീധരൻ. അല്ല നിങ്ങൾ തമ്മിൽ രക്തബന്ധവാ, എന്റെ ചേട്ടനാ. വഴക്കല്ലയോ? എങ്ങനെ മനസ്സിലായി? ആ കുറ്റം കണ്ടപ്പോ മനസ്സിലായി. കേസ് കളയാനായിട്ട് ഒരു തെണ്ടിയും കൂടെ വന്നു. എല്ലാം പറഞ്ഞോ? അയ്യോ, സാറിനോടല്ല, വേറൊരു തെണ്ടിയുടെ കാര്യം. സാറേ കാഴ്ചയില്ലെന്ന് എങ്ങനെ മനസ്സിലായി? അത് പിന്നെ ഞാനൊരു കല്യാണത്തിന്. അല്ല ഈ കല്യാണത്തിനൊക്കെ ഇപ്പൊ ഫ്രീ ആയിട്ട് നേത്ര പരിശോധനയൊക്കെ ഉണ്ടോ? അതല്ല, എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ 4ാമത്തെ കല്യാണത്തിന് രജിസ്റ്റർ ഓഫീസിൽ പോയി സാക്ഷി ഒപ്പിടാൻ വേണ്ടി. ഒപ്പിടണം? ഒപ്പിട്ടു, പക്ഷെ വരൻ്റെ കോളത്തിലായിരുന്നു മറന്നു. കോളടിച്ചല്ലോ. എന്നിട്ട് പിന്നെന്താ സംഭവിച്ചു? എന്തോ സംഭവിക്കാനോ, വീട്ടിലിരിപ്പുണ്ട്. രാവിലെ ചായയും ബിസ്ക്കറ്റൊക്കെ തന്നെ ഇങ്ങോട്ട് വിട്ട തന്നെ. എന്നാ അത്ര ധൈര്യം ഉണ്ടെങ്കിലേ കണ്ണാടി ഇല്ലാതെ നീ ഒപ്പിട്ട് കാണിച്ചേ. ഓഫ് കോഴ്സ്, വൈ നോട്ട്? കണ്ടോടാ ഞാൻ ഒപ്പിട്ടത്. എവിടെ? ഒപ്പെന്തേ? ഞാൻ ഒപ്പിട്ട എന്തേടാ? എൻ്റെ അത് ഒപ്പിട്ട എന്തേന്ന്? തെണ്ടി ഒപ്പ് മാറ്റുന്നു. ശരിക്കും അവിടെ ഒപ്പിട്ടേന്നേ, ഒന്ന് കാണിച്ചു പോടാ. എന്നാൽ ഏത് പൊട്ടനാടാ അവനെ നാക്കൽ ഒപ്പിട്ടത്? നീ തന്നെ അവിടെ പൊട്ട. മേലെടുത്ത പ്രഭാകർ സാർ ആ ചെയറിലോട്ട് പോയിരിക്കാവോ? നമുക്ക് കണ്ണൊന്ന് ചെക്ക് ചെയ്യാം. സാറേ അവിടെ ബോർഡിൽ കുറച്ച് സാധനങ്ങൾ കാണിക്കും, അത് സാറ് വായിക്കണം. ഈശ്വര തൂക്കി പറഞ്ഞില്ലെങ്കിൽ നാണം കിടും ഉറപ്പാ. എനിക്ക് ഈ സാറിന്റെ കണ്ണൊന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. സാറ് വാ. സാറേ കയറി വാ. ആ സാറേ വെച്ചേ. ഞാൻ 10 വെച്ചു, എന്റെ ഷർട്ട് മോളത്ര. 10 വെക്കാനോ? എന്റെ പൊന്ന് സാറേ, ആ താടിയെടുത്ത് ആ മെഷീനകത്തോട്ട് വെക്കാനാ പറഞ്ഞേ. ആഗ്രഹിച്ചു. താഴോട്ട് ഞാനെ കൊണ്ട് തോറ്റ്. ആ കണ്ണൊന്ന് തുറച്ചു നോക്കിയേ. വേണ്ടേ കണ്ണു നല്ലോണം നല്ലോണം പൊളത്തി. ആ സാറേ ഒന്ന് വിടർത്തി വെച്ചേ കണ്ണ്. മോളെ ഇതിനകത്തൊരു നെൽപ്പാടം. മോടെ വീട്ടിലെ കൃഷിയാണോ? കൊയ്യാറാവുമ്പോ പറയാം. ആ ഇനി എണ്ണീറ്റ് വാ. ഇനി ഇങ്ങോട്ട് ഇരുന്നേ. ഇതൊന്ന് നോക്കി പറഞ്ഞ ചേട്ടാ. HZKD RZKHD ZNHSKR. ഇങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അപ്പൊ ഇതോ? DSKNHRPZ. ഓ മൈ ഗോഡ്, നല്ല പവർ. ആദ്യത്തെ വരെയെങ്കിലും വായിച്ചോ? ആദ്യത്തെ വരിയോ? എല്ലാം വായിച്ച കറക്റ്റ് ആയിട്ട്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പവർ കുറഞ്ഞ ലെൻസാ ഞാൻ ഇട്ടത്, എന്നിട്ട് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വായിച്ചു. ഒരു ഹെൽപ്പ് ചെയ്യാവോ? ഹെൽപ്പോ? ഇവിടുത്തെ ആ സ്റ്റാഫില്ലേ, അവളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവളെ വളയ്ക്കാൻ ഹെൽപ്പ് ചെയ്താൽ ഞാൻ എന്ത് ചെയ്തു തരാം.
പറഞ്ഞു തന്നു കഴിഞ്ഞാൽ കാണാതെ പഠിക്കാൻ പറ്റുമോ? അതൊക്കെ ഞാൻ പഠിച്ചോളാം, നീ പറ. ആദ്യത്തെ വരി ഉണ്ടോ? KDSZHR. ഇതിനകത്തിൽ എന്തോ ഒരു ഉടായ്പുണ്ടല്ലോ. എന്നാ ഇയാള് വന്ന് വായി. ചേട്ടാ അയാള് വന്നാലോ? ഒന്നിട്ടേ കൊച്ചേ. ആ സിമ്പിൾ. അവ വന്നാലും ഒരു ചുക്ക് നടക്കത്തില്ല. അതെന്താ ഇത്ര കോൺഫിഡൻസ്? കാര്യമൊക്കെ ശരി, എൻ്റെ ചേട്ടനാ. അവനെ ഇംഗ്ലീഷ് പഠിപ്പിച്ച് ഞാനാ. സോ AQY ഓർഡർ തെറ്റിച്ചാ പഠിപ്പിച്ചേ. പിന്നെ ഉണ്ടോ ഇങ്ങനെ സംഭവം ഉണ്ടോ? ഇങ്ങനെ അതിൻ്റെ പേരാണ് T. പിന്നെ മറ്റേ ഇങ്ങനൊരു സംഭവം കണ്ടായിരുന്നു. ഇല്ല, അത് ഈ കൊച്ചിന് ഇംഗ്ലീഷ് അറിയത്തില്ല അല്ലയോ? ഈശ്വര, ഇത് കംപ്ലീറ്റ് പ്രശ്നമാണല്ലോ. അമ്മേ, എന്നെ അമ്മയെ കൊമ്പേന്ന് വിടുന്നില്ല. പടാ. എന്തോ മോനെ? അമ്മ എൻട്രൻസിന്റെ കോച്ചിങ്ങിന് പോകാൻ വേണ്ടിട്ട് പൈസ തള്ളച്ചായിരുന്നല്ലേ? എന്താ ഇതെന്തിനാ? ശരിക്കുവേ എനിക്ക് കണ്ണിനൊരു കുഴപ്പമില്ല. നിന്നെ കാണാൻ വേണ്ടി ഈ 3 വർഷം ഞാൻ ഇവിടെ കയറി ഇറങ്ങി നടന്നു. ആഴ്ച ഈ കണ്ണ് ഞാൻ ടെസ്റ്റ് ചെയ്യുന്നതാണ്. നിനക്ക് എന്നോടൊന്ന് പറയായിരുന്നു. നീ എന്റെ പുറകെ നടക്കുമെന്ന് ഞാൻ എങ്ങനെ അറിയാനാ? അമ്മ ആ പൈസ ഒന്ന് താമ്മ, ആ കോച്ചിങ്ങിനുള്ള സമയമായിരുന്നു. എന്റെ കയ്യിലങ്ങ് പൈസ ഇല്ല, ഒന്ന് പോടേക്കാം. നീ വല്ലതും കഴിച്ചായിരുന്നോ? ഇല്ല. ചായ കുടിക്കും. നിനക്ക് 2000 രൂപ മതിയോ കോച്ചിങ്ങിന് പോകാൻ? ആ മതി. അല്ല ചേട്ടൻ എവിടുന്ന് നിനക്ക്? ഞാനിവിടുന്ന് കണ്ണാടി മേടിക്കാൻ വെച്ച പൈസ. ഇനി വേണ്ട. ഇനിയിപ്പോ നിന്റെ കാര്യത്തിന് ഉപകാരമാട്ടോ. ശരി എന്നാ. എല്ലാരും പോയി. നമുക്കപ്പേ ആ കണ്ണാടി സെലക്ട് ചെയ്താലോ? അതിനപ്പം കണ്ണ് കാണാലോ, പിന്നെന്തിനാ കണ്ണാടി? അത് ചുമ്മാ അറിഞ്ഞ പറ്റിച്ച, എനിക്ക് കണ്ണൊന്നും കാണത്തില്ല. ഓ, ചേട്ടന്റെ മുമ്പിൽ ഷോ കാണിച്ചല്ലേ? ഇങ്ങോട്ട്. അതെ, ഏത് ടൈപ്പ് കണ്ണാടിയാ വേണ്ടത്? ആര് കണ്ണാടി? അത് തന്നെ. അമ്മാവ ഇത് സൺഗ്ലാസാ, കാണത്തില്ല. കാണാൻ പറ്റുന്നുണ്ടല്ലോ, നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. അയ്യോ, അത് പവർ ഗ്ലാസ് അല്ല. എനിക്ക് എല്ലാവരും പവർ ഉണ്ട്. എന്നാ കല്യാണം കഴിഞ്ഞിട്ടേ അവളും പറഞ്ഞു. എങ്കിൽ ഇതൊന്ന് വെച്ച് നോക്ക്. വെറും 2500 രൂപ മാത്രമേ ഉള്ളൂ. ഇത് കൊള്ളാം, വലിയതോ? അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി ടോട്ടൽ 6000 രൂപ. എന്താ നീയല്ലേ പറഞ്ഞ ക്ലാസ് 2500 രൂപയുള്ളന്ന്? അയ്യോ എന്റെ ചേട്ടാ, അത് ലെൻസ് കൂടെ ചേർത്താ. അതെനിക്കുണ്ട്. എന്ത് സെൻസ്? സെൻസ് അല്ല, ലെൻസാ. എനിക്ക് ലെൻസ് വേണ്ട, കണ്ണാടി മാത്രം. എനിക്ക് വയ്യ, ഇതെന്തൊരു പൊട്ടന. അതെ, അതിന് കാണണമെങ്കിൽ ലെൻസ് വേണമെന്ന്. ആ സാധനത്തിന് ലെൻസ് വേണം. എന്നാ പിന്നെ ലെൻസ് മാത്രം മതി. അത് കണ്ണാടിക്കകത്തിരിക്കുന്നത് ലെൻസ്, അത് അങ്ങനെ തരാൻ പറ്റത്തില്ല. പിന്നെ നിങ്ങൾ മുമ്പ് പറഞ്ഞു കണ്ണാടിക്ക് 2500 രൂപയുള്ളന്ന്. എന്റെ പൊന്നോ, എനിക്ക് വയ്യ. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ അവിടെ കാണുവിരി, ഞാൻ വേറൊരാളെ വിളിച്ചോണ്ട് വരാം. അവര് പറഞ്ഞ് മനസ്സിലാക്കും. അവിടെ കാണുവിരി, പോ. ഹൈ പവർ ഗ്ലാസ്സാ വെച്ചേക്കുന്നത് കേട്ടോ. അവിടെ ഇരുന്നോണേ. കണ്ണാടി കൊണ്ടു ഒരുപാട്. അമ്മ എനിക്ക് കണ്ണ് കാണത്തില്ല. എന്നെ കാണുന്നുണ്ടോ? കാണുന്നില്ലേ? ഇല്ല. വരുവാണേ. ഈ കണ്ണാടി വെക്കുമ്പോൾ അത്യാവശ്യം കാണുന്നൊക്കെ ഉണ്ട്. ഇതെന്തോ ഒരേ റൂട്ടിൽ 4 ബസ്സൊക്കെ വരുന്നു. 4 ഡോറുണ്ടോ? എൻ്റെ കാറെന്തേ? ഓ, അവിടെ ആ പാർക്കിലൊക്കെ